എന്റെ അമ്മേ. ഹായ്, നല്ല മെറ്റീരിയല്. ഇതെവിടെ പെണ്ണുള്ള അടുത്ത്? എംബ്രോയിഡറി കിടിലനാണല്ലോ. ഇതെവിടെ പെണ്ണുള്ള ചെയ്ത്? അബദ്ധമായാലോ ഭർത്താവകളുടെ മുന്നിൽ വന്ന് പെട്ടത്. ഒരു ഗുമ്മൊക്കെ ഉണ്ട്. ഇതെന്താ പെണ്ണുള്ള ഗിഫ്റ്റ് കിട്ടിയതാണോ? നിന്ന് പോയെ, ഇത് മരുന്ന് കഴിയ. ഓ, അപ്പൊ നാട്ടുവൈദ്യൊക്കെ ഉണ്ടല്ലേ? പിടിച്ചു നിൽക്കണ്ടേ? പുണ്യാള, ഇത് സ്വർണ്ണാണോ? ആ അതെ. അയ്യോ, എത്ര സ്വർണ്ണം? പതുക്കെ, നാട്ടുകാര് കേൾക്കും. 916 ആണോ? നിനക്കിത് എന്തൊക്കെയാ അറിയേണ്ടത്? അല്ല, പുണ്യാളിന് എത്ര അല്ല ഇവിടെ? ആ, ഒരു 10-100 കൊല്ലമായിട്ടുണ്ടാവും. അപ്പൊ ട്രാൻസ്ഫർ ഒന്നും കിട്ടിയില്ലായിരുന്നോ? എടേ, നീ ഇങ്ങനത്തെ മണ്ടൻ ചോദ്യങ്ങൾ ചോദിക്കാതെ നീ നിന്റെ വിശേഷങ്ങൾ പറ. ഓ, എന്ത് വിശേഷം പുണ്യാളോ? ഒരു സുഖമില്ല. എന്തു പറ്റി? സാമ്പത്തിക ബാധ്യത എന്തെങ്കിലും? ഇല്ല. ആരോഗ്യ പ്രശ്നം? സമാധാനക്കുറവ്? ഇല്ല. പക്ഷെ വീട്ടിലൊന്നൊരു വിലയില്ലാന്നേ. എന്തേ, നീ പണിയൊന്നും എടുക്കുന്നില്ലേ? അപ്പനമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, ഇപ്പോഴും നല്ല ആരോഗ്യമാണല്ലോ. അപ്പൊ എന്റെ മോള് ചുമ്മാ തിന്നും കുടിച്ചും അങ്ങ് പോവാ അല്ലയോ? പുണ്യാള, നിങ്ങളും വലിയ വിഷമമില്ലാതെ ചോറ് കിട്ടുമ്പോഴാണ് ഈ സുഖക്കുറവ്. മനസ്സിലായില്ല പുണ്യാള. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറുക എന്ന് പറയും. പോ, ഇനി പുണ്യാള അച്ഛനോട് പറഞ്ഞാ മതി. അല്ല, കഴിഞ്ഞ ദിവസം ഞാൻ നിന്റെ മുന്നേ കുറച്ച് വാഴവിത്തുകൾ കൊണ്ടുവന്നിട്ട് നിനക്കെന്നാ വിഷമമായിരുന്നു. അതുപോട്ടെ, എന്തായി നിന്റെ ടീച്ചർ ജോലി? 30 ലക്ഷം രൂപ. 30 ലക്ഷം രൂപ കൊടുക്കുന്ന ഒരു ജോലി കിട്ടാൻ അത്രയും കാശിന്റെ വില ബാങ്കിലിട്ടാ പോരെ? അപ്പൊ PSC? ബെസ്റ്റ്. അപ്പോഴല്ലേ കൊട്ടിഘോഷിച്ച് കല്യാണം വന്നേ. അതിന് മനസ്സമ്മതം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ കല്യാണത്തിനിടുന്ന ഡ്രസ്സിനെ പറ്റിയൊരു ചർച്ച. അമ്മായിമ്മയുടെ പേർക്ക് സാരി മതി എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ഗൗണ ഇഷ്ടം. അപ്പൊ അമ്മായിമ്മ ചോദിച്ചു സാരിക്ക് എന്തോ കുഴപ്പമൊന്നും. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മായിമ്മ അല്ലല്ലോ കല്യാണ പെണ്ണ്, ഞാനല്ലെന്ന്. പിന്നൊന്നും വേണ്ട, മനസ്സിലായി. അങ്ങനെ അതങ്ങ് മുടങ്ങി. ചെറുക്കനൊന്നും പറഞ്ഞില്ലേ? വാമേ പോകാം എന്ന് പറഞ്ഞു. അതെ പുണ്യാള, ഈ ചന്തയില് പോത്തിനെ വില പറഞ്ഞ് ഉറപ്പിക്കുന്നവരെ കയ്യിലൊരു തോർത്തിട്ട് അതിന്റെ മറവില്ല. നീ അന്നങ്ങനെ മറുപടി പറഞ്ഞത് നന്നായി. അതുകൊണ്ട് ഇപ്പൊ നാട്ടിലും വീട്ടിലും ഞാൻ അധിക പ്രസംഗി, ധിക്കാരി. എന്നിട്ടതാ ഇപ്പൊ കെട്ടാച്ചരക്കായെന്നു. സജിമോളെ, എല്ലാം നല്ലതിന്. ഇനി അങ്ങോട്ട് നല്ല ദിനങ്ങളാണെന്ന് വിശ്വസിക്കുക.